ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മന്ത്ലി അയൺ കോണ്ടോർ സ്ട്രാറ്റജിയുടെ ബാക്ക് ടെസ്റ്റഡ് റിസൾട്ടാണ്. ഇത് വളരെ സേഫായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ്. ജോലിക്ക് പോകുന്നവർക്കും പാർട്ട് ടൈം ട്രേഡേഴ്സിനും അതുപോലെ ഫുൾ ടൈം ട്രേഡേഴ്സിനും ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജിയുടെ പേരാണ് മന്ത്ലി ഷോർട്ട് അയൺ കോണ്ടോർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് നമുക്ക് നിഫ്റ്റിയിലൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിഫ്റ്റിയിലെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഈ ഒരു അയൺ കോണ്ടോർ സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദ മണിയിലുള്ള, അതായത് 0.2 ഡെൽറ്റ അല്ലെങ്കിൽ ഉള്ള രണ്ട് ഓപ്ഷൻസ് നമ്മൾ സെല്ല് ചെയ്യുന്നു. ഓക്കെ, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. അതുപോലെ 0.1 ഡെൽറ്റയുള്ള രണ്ട് ഓപ്ഷൻസ്, കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ, വേറെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഒരു മാസം മുന്നേ നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എക്സ്പയറിയുടെ, എന്നിട്ട് നമ്മൾ എക്സ്പയറിക്ക് നമ്മൾ എൻഡ് ചെയ്യുന്നു. ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാം. ശരിക്കും ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 50,000 വരുന്നുള്ളൂ. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് നിങ്ങൾ കാണാം. ഒരു മാസത്തിൽ 2700 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. നമുക്ക് മന്ത്ലി റിട്ടേൺ എത്ര, 3.78 അല്ലേ. ടോട്ടൽ വർഷത്തിൽ നമുക്ക് 42% റിട്ടേൺസ് ഉണ്ട് അല്ലേ. അതേ നമ്പർ ഓഫ് ട്രേഡ് നിങ്ങൾക്ക് കാണാം, 11 ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 81% വിന്നിങ് ചാൻസ് ഉണ്ട്. അതുപോലെ ടോട്ടൽ നമ്മുടെ എന്താണ് P&L 30,000 ആണ്. 30,000 രൂപ ഈ ഒരു ട്രേഡിൽ നമുക്ക് എന്താണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ട നമുക്ക് 50,000 ആണ് നമുക്ക് ക്യാപിറ്റൽ വേണ്ടത്. നിങ്ങൾക്ക് കാണാം, താഴേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഓരോ മാസത്തെയും നമ്മുടെ പ്രോഫിറ്റും ഡീറ്റെയിൽസ് എല്ലാം താഴെ ഉണ്ട് അല്ലേ. ഇതിൽ നിങ്ങൾക്ക് കാണാം 11 മാസം നമ്മൾ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ആകെ വന്നത് 2 മാസം മാത്രമാണ് ലോസ്. ബാക്കിയുള്ള 9 മാസങ്ങൾ നമുക്ക് പ്രോഫിറ്റാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നമുക്ക് 12,000 ലോസ് വന്നിട്ടില്ലേ. ഇത് നമുക്ക് ഒരിക്കലും വരില്ല. കാരണം നമ്മളെന്താണ്, നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് അറിയാം. അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ നമുക്ക് 3,000 ലോസ് വരുന്നുണ്ട്. ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഈ ഒരു മാസം എനിക്ക് ശരിക്കും 7,000 പ്രോഫിറ്റാണ് വന്നത്. 3,000 ലോസിന് പകരം 7,000 രൂപ പ്രോഫിറ്റ് വന്നത്. അതായത് നമ്മളൊരു അയൺ കോണ്ടോർ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കൂടി പഠിക്കുക. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലോസ് വരുന്ന മാസങ്ങളിൽ പ്രോഫിറ്റിലേക്ക് മാറ്റാൻ പറ്റും. ചില മാസങ്ങളിൽ ഇപ്പോൾ 12,000 ലോസ് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു മാസം എനിക്ക് 250 രൂപ ലോസിൽ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജി, വെറും 250 ലോസിൽ. അതായത് ഈ ഒരു 12 മാസത്തിൽ 11 മാസം ട്രേഡ് ചെയ്തതിൽ 10 മാസം എനിക്ക് പ്രോഫിറ്റാണ്. ഒരു മാസം 275 രൂപ മാത്രമേ എനിക്ക് ലോസ് വന്നിട്ടുള്ളൂ. അതായത് ഈ ഒരു വർഷത്തിൽ 50,000 എബോ എനിക്ക് പ്രോഫിറ്റ്, 50% എബോ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സ്ട്രാറ്റജിയിൽ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ പഠിച്ചാൽ എന്താണ്, നമുക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു സ്ട്രാറ്റജിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്, എല്ലാവർക്കും പഠിക്കാവുന്നതുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് അയൺ കോണ്ടോർ സ്ട്രാറ്റജി, അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കോഴ്സിൽ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ വളരെ ഏറ്റവും ഫേമസ് ആയ 4 മെയിൻ സ്ട്രാറ്റജികളും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും പഠിപ്പിക്കുന്നുണ്ട്. ഈ എല്ലാ സ്ട്രാറ്റജികളും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. 50% എബോ എല്ലാ സ്ട്രാറ്റജികളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 50% മുകളിൽ നമുക്ക് പ്രോഫിറ്റ് തരുന്നുണ്ട് നമ്മുടെ ക്യാപിറ്റലിൻ്റെ വർഷത്തിൽ. അത്രക്കും നല്ല സ്ട്രാറ്റജികൾ മാത്രമേ നമ്മുടെ കോഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എടുക്കാം, അതിൻ്റെ എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം, ലൈവ് മാർക്കറ്റിൽ അതെങ്ങനെ ചെയ്യാം, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി എൻ്റെ കോഴ്സ് തന്നെ ചെയ്യണമെന്നില്ല, ആരുടെ കോഴ്സ് എങ്കിലും ചെയ്ത്, അതായത് ഓപ്ഷൻസിൽ ഇപ്പോൾ ചെയ്തിട്ട് ലോസ് വരുത്തുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ ബൈയിങ് ആയാലും സെല്ലിങ് ആയാലും ലോസ് വരുത്തുന്ന ആളുകൾ ഏതെങ്കിലും ഒരാളുടെ കീഴിൽ പഠിക്കുക. അതായത് ഒരു കോഴ്സ് ചെയ്യുക, ഒരു മെൻറ്റർഷിപ്പ് എടുക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് പഠിച്ചതിന് ശേഷം കുറച്ച് കാലം പേപ്പർ ട്രേഡൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കോൺഫിഡൻസ് ആയതിനു ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി നോക്കൂ, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ വെറുതെ നമുക്ക് കുറേ നഷ്ടപ്പെട്ടു എന്ന് കരുതി അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ട്രേഡ് ചെയ്യുമ്പോഴാണ് പിന്നെയും നമ്മുടെ ക്യാപിറ്റൽ ലൂസായിട്ട് 0 ആയി പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ തൽക്കാലം ട്രേഡിങ് നിർത്തിയിട്ട് ആരുടെയെങ്കിലും ഒരു കോഴ്സ് ചെയ്യുക, ഒരു സിസ്റ്റം പഠിച്ചെടുക്കുകയോ ചെയ്തിട്ട് അതിനുശേഷം ഒരു പേപ്പർ ട്രേഡൊക്കെ ചെയ്തിട്ട് പിന്നെ ലൈവ് മാർക്കറ്റിലേക്ക് ഇറങ്ങി നോക്കൂ. നല്ല മാറ്റം ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിന് തന്നെ പോസിറ്റീവായിട്ടുള്ള നല്ല മാറ്റം ഉണ്ടാവും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറഞ്ഞത്. കാരണം ഞാനൊരു കോഴ്സ് ചെയ്യുന്നതിന് മുൻപ് ചെയ്ത ട്രേഡുകളും അതിന് ശേഷം എടുത്ത എൻ്റെ ട്രേഡുകളും വളരെയധികം മാറ്റമുണ്ട്. ഞാൻ ചിന്തിച്ചെന്താ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ എനിക്ക് ആ കോഴ്സ് ചെയ്തിരുന്നെങ്കിൽ എന്താണ്, എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്ന ആ ലോസ് വരില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം.
ഓക്കെ, ഞാൻ അതിൻ്റെ കോഴ്സിൻ്റെ വേറൊരു ഇത് എന്താ വെച്ചാൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകളുടെ. അപ്പോൾ നമ്മൾ ആ ഒരു ഞാൻ ചെയ്യുന്ന ട്രേഡുകളോ അതിൻ്റെ ഐഡിയകളോ അതിൻ്റെ ലോജിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഗ്രൂപ്പിൽ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ആളുകളുടെ പലരുടെയും ഐഡിയകളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, എല്ലാം ചെയ്യാം. നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് അങ്ങനെ പോകാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും അതിനെ പേഴ്സണലായിട്ട് ഗ്രൂപ്പിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പേഴ്സണലായിട്ട് വരെ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ കറക്റ്റായിട്ട് മറുപടി തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം.